ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധത്തിൽ ശ്രീമന്നാരായണീയം സ്തോത്രകാവ്യമായി നാരായണ ഭട്ടതിരി നാരായണമൂർത്തിയായ പൊന്നുഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു. അതിനെയാണ് നാം നാരായണീയ മധുരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 213 ദിവസം ശ്രീമന്നാരായണീയം 21 ദശകത്തിൽ 4 ശ്ലോകത്തെ നമ്മളിന്ന് വിചാരം ചെയ്യുന്നു. ആദ്യം ശ്ലോകം ചൊല്ലുകയും പിന്നീട് അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുകയും വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി പതിവ് പോലെ ശ്രീഹരിയം ഒരു ഭാഷാഗാനം നിഴൽ നാരായണീയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി നമുക്ക് സമർപ്പിക്കാം. വർഷേ പ്രതീചി ലളിതാത്മനികേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാഃ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ലളിതാത്മനി കേതുമാലേ പ്രതീചി വർഷേ ലീലാ വിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ
ധൃതകാമതനും ഭജേ ത്വാം. ഇവിടെ പറയുന്നു, ഓരോ വർഷങ്ങളിലും ഭഗവാനെ ആ വർഷത്തിൻ്റെ ദേവനായും വർഷനാഥനായി ഭക്തന്മാർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇളാവൃതം, ഭദ്രാശ്വം, ഹരിവർഷം, ഈ 3 സ്ഥലത്തെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്. ഇന്ന് പറയുന്നു, ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ലളിതാത്മനി കേതുമാലേ പ്രതീചി വർഷേ, ലളിതമായ മനോഹരമായ ചന്തം തികഞ്ഞ വടിവുള്ള കേതുമാലം എന്നു പേരുള്ള വർഷം, അത് ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള വർഷത്തിൽ അവിടെ പറയുന്നു, ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം, ലീലാവിശേഷങ്ങളെ കൊണ്ടും ലസിതസ്മിത ശോഭനാംഗം, തെളിഞ്ഞ പുഞ്ചിരി കൊണ്ടും അഴകുള്ള ആകൃതിയുള്ളവൻ ആയിരിക്കുന്ന ലക്ഷ്മിയാ പ്രജാപതി സുതൈഹി, ശ്രീഭഗവതിയും പ്രജാപതി സുതന്മാരും ച നിഷേവ്യമാണ്, വളരെ നന്നായി സേവിച്ചുകൊണ്ടിരുന്ന തസ്യാപ്രിയായ ആ ശ്രീഭഗവതിയുടെ പ്രീതിക്ക് വേണ്ടി ധൃതകാമതനും ത്വാം ഭജേ, കാമദേവനായി അവതരിച്ച അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ഇവിടെ പ്രദ്യുമ്നനെയാണ് കാമദേവൻ എന്ന് പറഞ്ഞേക്കുന്നത്. പ്രജാപതി സുതന്മാർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ ആണെന്ന് പറയുന്നു. പ്രജാപതി എന്ന സംവത്സരത്തിൻ്റെ അഭിമാന ദേവതകളായിരിക്കുന്ന രാപ്പകലുകൾ ആണ് പ്രജാപതി സുതന്മാർ എന്നും ചിലര് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതായാലും ആ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം. അപ്പോൾ കേതുമാലാവർഷത്തിൽ പ്രദ്യുമ്നനായി കാമദേവ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. നാരായണ 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 ദേവാധിദേവാ. പടിഞ്ഞാറുവടിവൊത്ത കേതുമാലാഭൂഖണ്ഡത്തിൽ പ്രജാപതി സുതന്മാരും ശ്രീദേവി താനും സേവിക്കുന്ന കാമദേവസ്വരൂപനാം ഭഗവാനെ അവിടുത്തെ പാദമെന്നും ഭജിച്ചിടുന്നു. നാരായണ 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 ദേവാധിദേവാ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.